എസ്.എഫ്.ഐക്ക് കേരളത്തിൽ കാര്യമായ വേരോട്ടമുണ്ടായിട്ടില്ലാത്ത 1960-കളിൽ സർഗാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ എസ്.എഫ്.ഐയുടെ രാഷ്ട്രീയ വേരുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ ആഴ്ത്തിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഞാനും. എസ്.എഫ്.ഐയുടെ നേതൃത്വ നിരയിൽ മാത്രമല്ല, പിന്നീട് CPMൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 18 വർഷങ്ങളോളം പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഇന്ന് എസ്.എഫ്.ഐയും CPIMും നേരിടുന്ന അവരനുവർത്തിക്കുന്ന ജീർണമായ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ സാക്ഷികളാകേണ്ടി വന്നതിൽ ഖേദിക്കുന്ന ആളുകളിൽ ഞാനുമുണ്ട്. അതുകൊണ്ട് തന്നെ എസ്.എഫ്.ഐയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് എനിക്ക് തീരെ താല്പര്യമില്ല. അതിൻ്റെ പ്രധാന കാരണം, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ എരുമയുടെ പൃഷ്ഠത്തിൽ കിന്നരം വായിക്കരുത് എന്ന്. എസ്.എഫ്.ഐ എന്ന് പറയുന്ന അന്ധമായ രാഷ്ട്രീയ അടിമത്വം വഹിക്കുന്ന ഒരു പാർട്ടി. അത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നതിന് 2 പ്രധാന ശക്തികൾ, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന 2 ശക്തികളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനെ തകർത്ത് തരിപ്പണമാക്കിയത്. അതിലൊന്ന് എസ്.എഫ്.ഐ എന്ന ശരിക്കു പറഞ്ഞാൽ ഗുണ്ടാ സംഘവും, രണ്ടാമത് AKGCT എന്ന ഗവൺമെൻറ് കോളേജുകളിൽ, AKPCTA എന്ന സ്വകാര്യ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന 2 അധ്യാപക സംഘടനകളുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന മുദ്രാവാക്യ തൊഴിലാളികളുമാണ്. ഈ 2 കൂട്ടർക്കും യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിലൊരു താല്പര്യവുമില്ല. എനിക്ക് തോന്നുന്നതല്ല, പല ആളുകളെക്കുറിച്ചും എനിക്ക് നേരിട്ടറിയാം. അവർ AKGCTക്കാരാകട്ടെ AKPCTA ഈ കോളേജുകൾ അധ്യാപകരായി കടന്നു വന്നത് കുറുക്കു വഴികളിലൂടെയാണ്. AKPCTA കാശ് കൊടുത്ത് പ്രൈവറ്റ് കോളേജുകളിൽ കടന്നു വരാൻ കഴിയുന്നു. AKGCTക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ PSCയിലും കോളേജ് അധ്യാപകർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വഴിവിട്ട സഹായത്തോടു കൂടി പരീക്ഷ എഴുതി ജയിച്ച് PSC അംഗങ്ങളുടെ സഹായത്തോടെ കോളേജുകളിലേക്ക് കടന്നു വരുന്ന ആളുകൾ വിദ്യാഭ്യാസത്തിനേക്കാളേറെ ശ്രദ്ധിക്കുന്നത് അവരെ പാറ്റേണൈസ് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യ തൊഴിലാളികളായി നടക്കുന്നതിനാണ്. അതിനാണ് അവർ ശമ്പളം വാങ്ങിക്കുന്നതെന്ന് തോന്നും. ഞാനും ദീർഘകാലം കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആളാണ് എന്നുള്ള അനുഭവത്തിൽ നിന്ന് കൂടിയാണ് അത് പറയുന്നത്. അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും വലിയ പണി എന്താണ്? വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ക്രിമിനൽ കേസുകൾ നടത്തിയതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന വിദ്യ എന്ന് പറയുന്ന എസ്.എഫ്.ഐ നേതാവ്, ആർഷോ എന്ന് പറയുന്ന എസ്.എഫ്.ഐ നേതാവിൻ്റെ വലം കൈയായി നിന്ന ഒരു സ്ത്രീ. അവരിറങ്ങി വന്നപ്പോൾ AKGCTക്കാരൻ ഇതുപോലെ തന്നെ വളഞ്ഞ വഴികളിലൂടെ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയാവുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ശങ്കര കോളേജിൽ അധ്യാപകനായി കയറിയ സുനിലേടം എന്ന് പറയുന്ന അയാൾ AKGCTക്കാരുടെ വേദിയിൽ വെച്ച് ഈ വിദ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു പുരസ്കാരം നൽകുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് എസ്.എഫ്.ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ സർഗാത്മക രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും തികച്ചും ഒരു ഗുണ്ടാ സംഘമായി അധപ്പതിക്കുകയും ചെയ്ത ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു 8-10 വർഷങ്ങളായെങ്കിലും. അതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പഴയ പുതിയ വിജയൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിന്. ഈ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കൊയിലാണ്ടിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു കോളേജിൽ, ആ കോളേജ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്നാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിൽ CPM ദയനീയമായി പരാജയപ്പെടുകയും ആ സ്ഥാനങ്ങൾ BJP കടന്നു വരികയും ചെയ്തതിൻ്റെ ഒരു പ്രതിഷേധം CPM സെക്രട്ടറി അപ്പം ഗോവിന്ദൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അതിനെ ഏറ്റെടുത്തുകൊണ്ടാകാം ഇവിടെ ഇപ്പോൾ എസ്.എഫ്.ഐ ഗുണ്ടകൾ ആ കോളേജ് പ്രിൻസിപ്പലിനെ കാലുവെട്ടിയെടുക്കുമെന്നും അയാളുടെ നെഞ്ചിൽ അടുപ്പ് കൂട്ടുമെന്നും ഇതൊക്കെ പറഞ്ഞാണ് ആഹ്വാനം ചെയ്ത് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് പോലീസിനെ സാക്ഷി നിർത്തിയാണ് ഈ കൊലവിളി നടത്തുന്നത്. പക്ഷെ ഒരു കേസ് പോലും എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ പ്രിൻസിപ്പലിൻ്റെ പേരിലാണ് കേസെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു പോലീസുകാരുടെ സഹായത്തോടുകൂടി SFI ഗുണ്ടകളെ കോളേജ് കലാലയങ്ങളിൽ വളർത്തിയെടുക്കുന്നത് ഒരു ആവശ്യമായി കണ്ടിരിക്കുന്നയാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് അയാൾ നിയമസഭയിലെ തന്നെ ഈ SFIക്കാർ കലാലയങ്ങളിൽ നടത്തുന്ന എല്ലാ ക്രിമിനൽ പ്രവൃത്തികളെയും ന്യായീകരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ വിജയം ചെയ്യുന്നത്. ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ഏറ്റവും അധികം ഇപ്പോൾ തന്നെ നിലവാര തകർച്ച കൊണ്ട് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഗുണ്ടകളെ വളർത്തിയെടുക്കുന്നതിന് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് CPMൻ്റെ ഭാവിക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു ഗുണ്ടാപ്പടയെ കലാലയങ്ങളിലൂടെ വളർത്തിയെടുത്ത് ഗുണ്ടായുസത്തിന് ഉപയോഗിക്കുക എന്നത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ വിദ്യാഭ്യാസ സിൻഡിക്കേറ്റുകളിലാണെങ്കിലും സെനറ്റിലാണെങ്കിലും കോളേജ് ക്യാമ്പസുകളിലാണെങ്കിലും കാര്യവട്ടത്ത് അതേ ദിവസം തന്നെയാണ് കാര്യവട്ടത്ത് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. കാര്യവട്ടത്ത് KSUക്കാരൻ ഒരു വിദ്യാർത്ഥിയെ അടിച്ച് ഇടിമുറിൽ കൊണ്ടിടിക്കുകയും ഒക്കെ ചെയ്തു. അതിനെയും ന്യായീകരിക്കുകയാണ് നമ്മുടെ അസംബ്ലിയിൽ കേരളത്തിലെ പോലീസിൻ്റെ ചുമതലയുള്ള മന്ത്രി. ഈ പോലീസിൻ്റെ പ്രത്യേകത എന്താണ്? പോലീസിൻ്റെ DGP എന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കച്ചവടമായിട്ട് നടത്തി നടക്കുന്നയാളാണ്. അയാൾക്ക് ഈ മറ്റു കാര്യത്തിന് രക്ഷയില്ല. അതുമാത്രമല്ല, അങ്ങനെയൊക്കെയുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അയാളെ സംരക്ഷിക്കുന്നതാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. അങ്ങനെ സാധാരണഗതിയിൽ ആ കസേരയിലിരിക്കാൻ അർഹതയില്ലാത്ത ഒരുത്തൻ അവിടെ ഇരിക്കുന്നത് ഇതുപോലെ SFIക്കാരനും DYFIക്കാരനും CPMകാരനും ഒക്കെ നടത്തുന്ന എല്ലാ ഗുണ്ടായുസത്തിനെയും പിന്തുണയ്ക്കുന്നതിന് പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇത് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണത്തോടുകൂടി മറ്റേ കൽപ്പറ്റയിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയെ പട്ടിണിക്കിട്ട് അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ SFIക്കാരൻ അതിൽ നിന്ന് ഒരു കഴഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ലെന്ന് മാത്രമല്ല, വീണ്ടും അതേ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് തെളിയിക്കുകയാണ് വീണ്ടും. ഇത് വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അപമാനകരമായൊരു സാഹചര്യമാണ്. എന്നിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന കുറേ മാർക്സിസ്റ്റ് നേതാക്കന്മാർ, അവനൊക്കെ MLAയും എന്നൊക്കെയാണ് പറയുന്നത്, അവനൊക്കെ വന്നിരുന്ന് പറയുന്ന ന്യായീകരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കേരളം ഏകദേശം ഒരു 500 വർഷത്തിന് മുമ്പുള്ള പ്രാകൃതമായ അവസ്ഥയിലേക്ക് കടന്നു പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് വീണ്ടും എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം, കോളേജുകളിലെ ക്യാമ്പസുകളിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോളേജുകളിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന സഹായ മേശ എന്തിനാണിത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കോളേജുകളുടെ ആ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായി ഒരാളിനെ കഷ്ടിച്ച്, പ്രിൻസിപ്പലോ അധ്യാപകരോ ഉൾപ്പെടെ ആരാണെങ്കിലും ഒരാളിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ബെഞ്ചും ഡെസ്കും വഴിയടച്ചിട്ട് തനി ഗുണ്ടകളെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന കുറേ വിദ്യാർത്ഥികളോടെ കൂടിയിരുന്നതിന് ശേഷം അതുവഴി വരുന്ന കോളേജ് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികളെ ആദ്യം അവിടെ തടഞ്ഞു നിർത്തി അവരെ കയ്യിരിക്കുന്ന പൈസ മുഴുവൻ പിടുങ്ങി വാങ്ങിക്കുക, അവർക്ക് അപ്പം തന്നെ SFIയുടെ മെമ്പർഷിപ്പ് എഴുതി കൊടുക്കുക. ഈ അധ്യാപകരുടെയും പ്രിൻസിപ്പലിനെയും കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാണുന്ന പുതുതായി കടന്നു വരുന്നൊരു വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്ന എന്താണ്? SFIയുടെ സഹായമില്ലെങ്കിൽ SFIക്ക് കീഴടങ്ങാതെ ആ കോളേജിൽ പഠിക്കാൻ കഴിയില്ല എന്നൊരു സന്ദേശമാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഭയന്ന് ഇവർ ചോദിക്കുന്ന കാശ് കോളേജ് ഡെവലപ്മെൻറ്റ് കൗൺസിലിനോ PTA ഒന്നും കൊടുക്കാനുള്ള കാശ് കയ്യിലില്ലെങ്കിലും ഈ ഗുണ്ടകൾക്ക് കാശ് കൊടുക്കുന്നു. എന്നാലേ അങ്ങ് പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് കയറാൻ നോക്കും, അല്ലെങ്കിൽ അവർ വഴി തടഞ്ഞു. ഇത് നിയന്ത്രിക്കുന്നതിന് കോളേജിന് കഴിയുന്നില്ല. കാരണം പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ ഗുണ്ടായുസത്തിനെ പിന്തുണയ്ക്കാനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പൽ വിളിച്ചാൽ പോലീസ് വരില്ല, SFIക്കാരൻ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്ന് പ്രിൻസിപ്പലിൻ്റെ പേര് കേസെടുക്കുന്നൊരവസ്ഥയാണ്. ഇതാണ് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ലാതെ എന്ത് ഹെൽപ്പാണ് SFIക്കാരന് കോളേജുകളിൽ ചെയ്യാനുള്ളത്? അധ്യാപകരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവരാണല്ലോ. അപ്പോൾ ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് കിടക്കുന്ന വഴി അടച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഭീഷണമായൊരു സാഹചര്യം ഉണ്ടാക്കി വരുന്ന രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഭയപ്പെടുത്തി അവരെ കയ്യിരിക്കുന്ന പരമാവധി പൈസ ഊരിയെടുക്കുകയും SFIയുടെ അംഗത്വം എഴുതി അപ്പടിയെ കൈ കൊടുക്കുകയും ചെയ്തിട്ട്
അവരോട് കൊടുക്കുന്ന ഒരൊറ്റ സന്ദേശം ഇതാണ്: ഞങ്ങൾക്ക് പറയുന്ന അനുസരിച്ച് ഇവിടെ നടന്നില്ലെങ്കിൽ നീ ഒന്നും ഇവിടെ പഠിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ മുറിക്കകത്ത് കയറ്റി ഇടിച്ച് ശരിപ്പെടുത്തി കളയും. ഇത് അപ്പോഴേ ബോധ്യപ്പെടുത്തുകയാണ്, വരുന്ന സമയത്ത് തന്നെ. ഇതിനാണ് ഹെൽപ്പ് ഡെസ്ക് എന്ന് SFIക്കാരൻ പറയുന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഹെൽപ്പ് ഡെസ്ക് തന്നെ തടയുകയാണ്. ഇതൊന്നും ഒരു കോളേജിൽ ആവശ്യമുള്ള കാര്യമില്ല. അങ്ങനെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കണമെങ്കിൽ കോളേജിൻ്റെ ഗേറ്റിലോ അതുപോലെ സൗകര്യമായൊരു സ്ഥലത്തോ ഉണ്ടാക്കിയാൽ മതിയല്ലോ. കുട്ടികൾ കടന്നു വരുന്ന പ്രധാന ഗേറ്റിൽ കൂടെയല്ല, അവിടെ എങ്ങാനും ചെയ്താൽ പോലെ. അപ്പോൾ അതല്ല ഉദ്ദേശം. പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലും നിയന്ത്രിക്കുന്നത് ഞങ്ങളുടെ ഗുണ്ടാശക്തിയാണ്. ഞങ്ങളുടെ ഗുണ്ടായുസത്തിന് കീഴടങ്ങിയാണ് അവരെല്ലാം കഴിയുന്നത്. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് കീഴടങ്ങുക. ഞങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾക്ക് കാശ് തന്ന് വേണമെങ്കിൽ ഇവിടെ പഠിച്ചുകൊള്ളുക. അപ്പോൾ ഈ സമ്പ്രദായം കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അർഹതയുള്ള മെറിറ്റുള്ള വിദ്യാർത്ഥികളെല്ലാം കേരളത്തിന് പുറത്തു പോകുന്നുള്ള യാഥാർത്ഥ്യം ഇപ്പം തന്നെ ഉണ്ട്. ഇനി അതിന് കഴിയാത്ത കുറേ മെറിറ്റുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ കടന്നു വരുന്നത്. അവരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തി അവരെയും കോളേജിൽ മറ്റ് പുറത്തേക്ക് തള്ളിവിട്ടതിന് ശേഷം തങ്ങൾക്ക് പറ്റിയ തരത്തിലുള്ള കോളേജ് വിദ്യാഭ്യാസത്തിലൂടെ താല്പര്യമില്ലാത്ത ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുകയും ആ വിദ്യാർത്ഥി സമൂഹം തങ്ങളുടെ ചൊൽപ്പടിയിൽ നിന്നുകൊണ്ട് തങ്ങൾ പറയുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യദ്രോഹികളുടെ താവളമായി കോളേജുകളെയും സർവകലാശാലകളെയും മാറ്റിയിരിക്കുന്നു എന്നതാണ് ഭീഷണമായൊരു കാര്യം. ഇതിനാണ് പരിഹാരം കാണേണ്ടത്. അതിന് ഈ ഗവൺമെൻറ് ഈ ഗുണ്ടായുസത്തിലൂടെ പാർട്ടിയെ പിടിച്ചെടുക്കുകയും അതിനെ തൻ്റെ കുടുംബത്തിൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് നിർത്തുകയും നേതാക്കന്മാരെ മുഴുവൻ വിരട്ടി ഒതുക്കി തൻ്റെ പിണിയാടികളായി നിർത്തുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഗുണ്ടകളെ വളർത്തുന്നതിലാണ് താല്പര്യം. സർഗാത്മകമായ രാഷ്ട്രീയവും ഈ മുഖ്യമന്ത്രിയും തങ്ങളിൽ തീരെ വൈരുദ്ധ്യത്തിലാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖല, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഈ അവസരം മുതലാക്കി SFIക്കാരനായതുകൊണ്ട് പരീക്ഷ എഴുതാതെ ജയിക്കാമെന്നും പരീക്ഷ എഴുതിയില്ലെങ്കിലും ക്ലാസ് വാങ്ങിക്കാൻ, റാങ്ക് വാങ്ങിക്കാൻ, ജോലി വാങ്ങിക്കുന്നതിന് സാറന്മാരും PSC മെമ്പർമാരും എല്ലാം കൂടെ സഹായിക്കുമെന്നുള്ള ഒരു വളഞ്ഞ വഴിയിലൂടെ ചിന്തിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകാതെ ഈ ക്യാമ്പസുകൾ നന്നാക്കേണ്ടത് തങ്ങളുടെയും കൂടെ ചുമതലയാണെന്ന് കരുതി ഈ SFI എന്ന് പറയുന്ന ഗുണ്ടാപ്പടയെ കലാശാലകളിൽ നിന്ന് തുടച്ചു മാറ്റിയാൽ മാത്രമേ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം രക്ഷപ്പെടൂ. SFIയുടെ ഗുണ്ടായുസത്തിന് ഒരു മറയിടാൻ വേണ്ടി അവർ ചില സമരാഭാസങ്ങൾ നടത്താറുണ്ട്. അത്തരമൊരെണ്ണമാണ് ഇപ്പോൾ നീറ്റിൻ്റെ പേരിൽ നടന്നത്. അതിനെ പലയിടത്തും രക്ഷകർത്താക്കൾ തടഞ്ഞു. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക: ഗുണ്ടായുസം ഇല്ല എങ്കിൽ CPM ഇല്ല, SFI ഇല്ല.